ഫ്രണ്ട്സ്, ഇന്നൊരു മൈൻഡ് റീഡിംഗ് മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു മെൻ്റലിസം ട്രിക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാജിക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒരു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൈൻഡ് റീഡിംഗ് മാജിക്ക് കാണാം. അതിനുശേഷം അത് പഠിക്കാനുള്ള ലിങ്ക് മാജിക്കിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ മാജിക്ക്. ഇതൊരു മെൻ്റലിസം മാജിക്കാണ്. ഇത് എൻ്റെ കൂടെ വിൻസി ഉണ്ട്. അപ്പം ഞാൻ വിൻസി കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാജിക്ക് തുടങ്ങാം. അപ്പോൾ മാജിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു 3 ബുക്സ് ഉണ്ട്. 3 ബുക്സ് ഉണ്ട്. നിനക്ക് ഇഷ്ടമുള്ളൊരു ബുക്ക് നിനക്ക് ഇതിന് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ബുക്ക് സെലക്ട് ചെയ്യാം. ഏതാ വേണ്ടത്? റെഡാണ് അല്ലേ? അപ്പോൾ ഈ ബുക്ക് കൈവച്ചു. അപ്പം നീ ഒരു കാര്യം ചെയ്യണം. ഇന്നൊക്കെ ഇഷ്ടമുള്ളൊരു പേജ്, ഏതെങ്കിലും ഒരു പേജ് അത് തുറക്കുക. 269 പേജുള്ള ബുക്കാണ്. ഇഷ്ടമുള്ളൊരു പേജ് നീ തുറക്കുക. തുറന്നു. അപ്പൊ നീ ഒരു പിന്നെ ഇഷ്ടമുള്ളൊരു പേജാ തുറന്നു. 269 നിനക്ക് 100,000, 200, 300 ഏത് വേണം, 200, 250, 50 എന്ത് വേണമായിരുന്നു. നീ എടുത്തത് ഒരു പേജാണ് എടുത്തത്. ഇനി വേണം നിനക്ക് മാറ്റാം കേട്ടോ. ഇനി വേറൊരു പേജ് വേണമെങ്കിൽ മാറ്റാം. വേണ്ട, ഷുവറാണ്. ഇത് തന്നെ മതി. ഓക്കെ, ഏതായിരുന്നു പേജ്? 127. ഓക്കെ, അപ്പോ ആ പേജ് തുറന്നിട്ട് അതിന്റെ അവസാനത്തെ വരിയിലെ അവസാനത്തെ അക്ഷരം, ആ അവസാനത്തെ വാക്ക്, വേർഡ്. അപ്പൊ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക്, അവസാനത്തെ വേർഡ് ഒന്ന് മനസ്സിൽ വിചാരിക്കാം. ആ വേർഡ് മനസ്സിൽ വിചാരിച്ചോ? ഇനി മറക്കരുത് ആ വേർഡ്. ഞാൻ ബുക്ക് തിരിച്ചു വന്നേക്കോ. ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കാം. ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അപ്പൊ ആ ബുക്ക്, ആ വേർഡ് നിനക്ക് മനസ്സിലുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന മെന്റലിസം മാജിക് എന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ ഇരിക്കുന്ന ആ വേർഡ് എന്റെ മനസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ മെന്റലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരുപാട് മെന്റലിസ്റ്റുകൾ ചെയ്യുന്ന ഒരു മാജിക്കാണ്. പക്ഷെ ഇതിന് ടൈമാണ് പ്രധാനം. എത്ര വേഗം കിട്ടുന്നു എന്നുള്ളതനുസരിച്ചാണ് മജീഷ്യന്റെ കഴിവിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നൊരു 1/2 മണിക്കൂർ, അതായത് 30 സെക്കൻഡ്സ് ആണ് മാക്സിമം റെക്കോർഡ് ഉള്ളത്. അപ്പൊ നമുക്ക് ആ റെക്കോർഡിനുള്ളിൽ നിൽക്കുകയോ അത് നേരത്തെ കിട്ടുമെന്നറിയാം. അതിനുവേണ്ടി നമ്മുടെ എൻ്റെ ഒരു മൊബൈൽ ഉണ്ട്. ഈ മൊബൈൽ ഞാൻ തുറന്നിട്ട് ഞാൻ സ്റ്റോപ്പ് വാച്ച് ഞാൻ ആദ്യം ഞാൻ മൊബൈൽ തുറക്കുകയാണ്. മൊബൈൽ തുറന്നു. നമുക്ക് ഇതിനകത്ത് ഞാൻ സ്റ്റോപ്പ് വാച്ച് ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് സ്റ്റോപ്പ് വാച്ച്. കണ്ടോ? സ്റ്റോപ്പ് 000 ഇതിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അവിടെ തന്നെ സൈഡിൽ വെച്ചേക്കും. ഇനി ഞാൻ ഈ പ്രോസസ്സ് തുടങ്ങാൻ പോവാണ്. അതായത് മെന്റലിസം പ്രോസസ്സ് തുടങ്ങാൻ പോവാണ്. ആ വേർഡ് എൻ്റെ മനസ്സിൽ എടുക്കുന്ന പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്ര സമയം എടുക്കുന്നില്ല. അപ്പം ഞാൻ റെഡി ആണെന്ന് പറയുമ്പോൾ മൈ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറയുമ്പോൾ നീ സ്റ്റാർട്ട് ഞെക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ അത് സ്റ്റോപ്പ് ആക്കി. അപ്പോൾ നമുക്കറിയാം എത്ര സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മിനിറ്റിനുള്ളിൽ ഞാൻ ഈ വേർഡ് എൻ്റെ മനസ്സിലോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോ മൈ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം എന്റെ മുഖത്തോട്ട് നോക്കി, എന്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് ആ വേർഡ് തന്നെ ഇങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കും. ഓക്കെ, കിട്ടി. എത്ര സമയം എടുത്ത്? 13.9 ആണ്. 13.9 സെക്കൻഡിനുള്ളിൽ ഞാൻ ഈ വേർഡ് എടുത്ത് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ വിചാരം. നമുക്ക് ശരിയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആ വാക്ക് അല്ലേ, ആ വാക്ക് ഒരു അത്ര വലിയ അതുമല്ല, അത്ര ചെറിയതല്ല, അങ്ങനത്തെ ഒരു വാക്ക് അല്ലേ? ആണല്ലേ? ഓക്കെ, അപ്പൊ അത് മനുഷ്യരുടെ ശരീര അവയവവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. ആണോ? ആണ്. അപ്പൊ അവയവം എന്ന് പറയുമ്പോ കൈ, കണ്ണ്, കാല്, മൂക്ക്, അങ്ങനെ പലതുണ്ട്. അപ്പൊ നമുക്കത് കയ്യിലോട്ട് പോവാം അല്ലേ? കയ്യാണ്. കയ്യിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഹാൻഡ് എന്നാണ് അല്ലേ? ഹാൻഡ്സ് ആണ്. ഹാൻഡ്സ് ആണ് ആ വാക്ക്. പേജ് എന്തായിരുന്നു? 127 എടുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം.
127 ആണ്. 127ന്റെ അവസാനത്തെ വാക്ക് ഹാൻഡ്സ് എന്നാണ്. കണ്ട അവസാനത്തെ വാക്ക് ഇതാണ് മാജിക്. അങ്ങനെ ഇഷ്ടപ്പെട്ട മാജിക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി മറ്റൊരു മാജിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.